വീണ്ടും ഒരു ബയോപിക്കുമായി എത്തുകയാണ് നടൻ മാധവൻ. കൃഷ്ണകുമാർ രാമകുമാർ സംവിധാനം ചെയ്യുന്ന ജി.ഡി. നായിഡുവിന്റെ ബയോപിക് ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ എഡിസൺ എന്ന് വിളിക്കപ്പെടുന്ന ജി.ഡി. നായിഡുവിന്റെ ജന്മസ്ഥലമായ കോയമ്പത്തൂരിലാണ് ചിത്രം പൂർണ്ണമായും ചിത്രീകരിക്കുക. സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മുരളീധരൻ സുബ്രഹ്മണ്യനാണ് ഇക്കാര്യം വിശദീകരിച്ചത്. ചിത്രത്തിന്റെ 95% ചിത്രീകരണവും ജി.ഡി. നായിഡു ജീവിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെയായിരിക്കും നടക്കുക. ബാക്കി 5% വിദേശത്താകും ചിത്രീകരിക്കുക. വിദേശത്ത് ചിത്രീകരിക്കേണ്ട ഈ 5% ചെറിയൊരു ഭാഗം കഴിഞ്ഞ വർഷം പൂർത്തിയായിരുന്നു. ബാക്കി ഭാഗങ്ങൾ പിന്നീട് ഷൂട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ചിത്രത്തിന്റെ ഇന്ത്യയിലെ ഭാഗങ്ങളുടെ ഷൂട്ടിംഗ് ഫെബ്രുവരി 18-നാണ് ആരംഭിക്കുക. തുടർന്ന് ചിത്രത്തിന്റെ പേരുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പുറത്തുവിടും. 2022 മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് നേടിയ റോക്കട്രി ദി നമ്പി ഇഫക്ട് എന്ന ചിത്രത്തിന് ശേഷം വർഗീസ് മൂലൻ പിക്ചേഴ്സും ട്രൈകളർ ഫിലിംസും ഈ ചിത്രത്തിനായി നിർമ്മാണത്തിന് ഒന്നിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റോക്കട്രി ദി നമ്പി ഇഫക്ട് എന്ന ചിത്രത്തിൽ നമ്പി നാരായണനെ അവതരിപ്പിച്ച മാധവൻ തന്നെയാകും ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്ന ദർശകനും ശാസ്ത്രജ്ഞനുമായ ജി.ഡി. നായിഡുവിനെയും സ്ക്രീനിൽ അവതരിപ്പിക്കുക. 1893 മാർച്ച് 23-ന് കോയമ്പത്തൂരിനടുത്ത് കാലങ്കൽ എന്ന സ്ഥലത്താണ് ജി.ഡി. നായിഡു ജനിച്ചത്. 1937 ആയപ്പോഴേക്കും ഇദ്ദേഹം യുണൈറ്റഡ് മോട്ടോർ സർവീസ് സ്ഥാപിച്ചു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വൈദ്യുത മോട്ടോർ UMS കമ്പനിയിൽ നിന്നായിരുന്നു. വ്യാവസായിക യന്ത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ ജി.ഡി. നായിഡു തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.